ശ്രീ രാജു പി നായർ, നോക്കൂ, പാർലമെന്റാണ് ഇനി മുഖ്യ സമര മാർഗമെന്നാണ് ഇന്ത്യ ബ്ലോക്ക് കരുതിയിരിക്കുന്നതെങ്കിൽ, കോൺഗ്രസ് കരുതിയിരിക്കുന്നതെങ്കിൽ 16-17 പാർലമെന്റ് എങ്ങനെയാണോ കൊണ്ടുപോയത് അതേപോലെ തന്നെയാണ് 18-ാം പാർലമെന്റിനെയും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാതെ പറയുകയാണ് NDA സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ. നികേഷ്, എനിക്ക് അല്പം സമയം തരണം, കാരണം ഞാനിത് പറഞ്ഞ് പൂർത്തിയാക്കാനായിട്ട്. കാരണം ആദ്യത്തെ ഒരു പോയിന്റാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തത് നികേഷ് പറഞ്ഞത് കൂട്ടിച്ചേർത്ത് പറയാം. ഇത് ഒരു മൈൻഡ് ഗെയിമാണ്. ഇപ്പൊ പ്രോടൈം സ്പീക്കറിനെ കൊണ്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ആ പ്രോടൈം സ്പീക്കറിന്റെ കാര്യത്തിൽ ഞങ്ങൾ ജനാധിപത്യപരമായിട്ടുള്ള തീരുമാനം എടുക്കില്ല, മറിച്ച് ഞങ്ങൾ നേരത്തെ പുലർത്തിപ്പോന്ന ഞങ്ങളുടെ ആധിപത്യത്തിലുള്ള തീരുമാനം മാത്രമേ ഞങ്ങൾ എടുക്കൂ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ ജാള്യത മറച്ചുവെക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമായിട്ട് കൂടി നമുക്ക് കാണേണ്ടി വരും. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് മറ്റൊരു റീസൺ നമുക്ക് പറയാം. കാരണം പ്രോടൈം സ്പീക്കറിനെ സംബന്ധിച്ചോളം ഈ ഗവൺമെന്റിനെ നിലനിർത്താനോ അല്ലെങ്കിൽ വോട്ടിങ്ങിലോ ഒന്നും ഒരു റോളും ഇല്ലാത്ത ഒരാളാണ്. വെറും ആ സത്യപ്രതിജ്ഞയ്ക്ക് മാത്രം മേൽനോട്ടം വഹിക്കേണ്ട ഒരു ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അത് ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ നടപ്പാം. ഇപ്പോ ശ്രീ നികേഷ് ചോദിച്ചല്ലോ, ഇതിങ്ങനത്തെ ഒരു തീരുമാനം തന്നെയാണ് ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ സൂചനയാണോ? അതെ, ആ അല്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യാൻ പോകുന്നു എന്നുള്ള. കാരണം അവിടെ പരാജയം നിൽപ്പുണ്ട്. അവിടെ ഞങ്ങൾക്ക് ഇനി ഒറ്റയ്ക്കുള്ള തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഈ മാച്ചോയിസം ഞങ്ങൾക്ക് വിട്ടിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് കാണാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം നോക്കൂ നികേഷ്, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള സത്യപ്രതിജ്ഞ ഓർത്തു നോക്കൂ. ഇന്ത്യയുടെ ജനാധിപത്യം ലോകത്തിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട സാഹചര്യമായിരുന്നു. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഭരണഘടനയെ തൊട്ട് ദൈവനാമത്തിലോ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞയോ സഗൗരവ പ്രതിജ്ഞയോ എടുത്തുകൊണ്ട് ഈ നാളുകൾ മുഴുവൻ, ഇന്ത്യയുടെ ചരിത്രത്തിൽ മുഴുവൻ ഇന്ത്യയുടെ പാർലമെന്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ആ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ജയ് ശ്രീറാം എന്നുൾപ്പെടെയുള്ള ഇവർ രാഷ്ട്രീയ ആയുധമാക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിന്റെ പേരുകൾ ഉപയോഗിച്ച് പ്രഖ്യാപിച്ച് ആ പാർലമെന്റിനകത്ത് ഏറ്റവും തലകുനിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയാണ്. നികേഷ്, ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, കൊടിക്കുന്നിൽ സുരേഷ് പ്രോടൈം സ്പീക്കറായിട്ട് ഇരിക്കുന്ന ആ പാർലമെന്റിൽ ഈ തോന്നിയാസം നടക്കുമോ? ഈ തോന്നിയാസം നടത്താൻ പറ്റുമോ? ഇപ്പൊ ഇത് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നമുക്കറിയാം 2019 അതേ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനം പാർലമെന്റിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പദ്ധതി ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ ഈ സത്യപ്രതിജ്ഞയിൽ നടത്തുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസുകാരനായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് പ്രോടൈം സ്പീക്കറായിട്ട് അവിടെ ഇരുന്നാൽ അത്തരത്തിൽ ജയ് ശ്രീറാമും അല്ലെങ്കിൽ മറ്റ് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും വിളിച്ചുകൊണ്ടുള്ള ഒരു സത്യപ്രതിജ്ഞ നടക്കുമോ? അവിടെ വലിയ ഒരു ഘടകമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അത് തന്നെയാണ്, ഈ 2-3 കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ള അവസാനമായി താങ്കളുടെ മറുപടി കൂടി, അതായത് ഒരു മൈതാന